ഹലോ, ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ രാവിലത്തെ നൂൽപുട്ട് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കി. ശേഷം ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പിൽ ചട്ടിയൊക്കെ ചൂടായ ശേഷം ഓയിലും ഉലുവയൊക്കെ ഇട്ട് സബോളയൊക്കെ നന്നായി വതക്കിയെടുത്തു. എനിക്ക് ഈ പൊതിനയും മല്ലിത്തലയും ഭയങ്കര ഇഷ്ടമാണ്, കണ്ടാൽ തന്നെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് ഗരം മസാല കറി വയ്ക്കാനുള്ളത് ഞങ്ങൾ എപ്പോഴും ഇവിടെ പൊടിച്ച് വയ്ക്കാണ്ട് ചെയ്യുക, വറുത്ത് റെഡിയാക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറിക്കുള്ള പൊടി ഐറ്റംസൊക്കെ വറുത്തിട്ടാണ് ഉണ്ടാക്കുക. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ വറുത്തിട്ടാണ് കേട്ടോ കറിയിലേക്ക് ഇടുക. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. പിന്നെ അടുപ്പിൽ നമ്മുടെ സബോളയും ഒക്കെ വതക്കി വന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് പച്ചമണം മാറിയ ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല. തക്കാളിയൊക്കെ ഒന്ന് സെറ്റാക്കി വന്ന ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതിന് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിൽ ഗരം മസാലയും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ വറുക്കണയിൽ തന്നെ. പിന്നെ അതൊക്കെ ഒന്ന് മിക്സാക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചിക്കൻ കറിയൊക്കെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ. അപ്പോൾ മിക്കവാറും ഇവിടെ എപ്പോഴും അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ കറി വെക്കാറ്. അതുപോലെ തന്നെ ഇതിലേക്ക് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് ഒന്ന് പിടിച്ച ശേഷമാണ് കേട്ടോ നമുക്ക് ഉള്ള വെള്ളം, നല്ല കറിക്കായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് തിളച്ച ശേഷമാണ് ഞാൻ അതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടു. ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ചിക്കൻ കറിക്ക് എപ്പോഴും ഇവിടെ ഉരുളക്കിഴങ്ങ് ഇട്ടാം. പിന്നെ അത് അടുപ്പിൽ വെച്ച് കുറേ നേരം വേവിച്ചെടുത്തപ്പോൾ ഇങ്ങനെ കുറുകി വന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി റെഡിയായി. ശേഷം നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിനുള്ള ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സബോളയും അതുപോലെ പട്ടക്കറാമ്പും എല്ലാ ഐറ്റംസും ഇട്ടു. പിന്നെ കുറച്ച് പേസ്റ്റും ആഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ അരി എടുത്തു ഇട്ടു കേട്ടോ. ഞാനിവിടെ 2.5 ഗ്ലാസ്, വലിയ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ്സാണ് അരിയാണ് ഇട്ടിട്ടത്. പിന്നെ അതിലേക്ക് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുത്തിട്ട് നാരങ്ങയും ചേർത്തു കേട്ടോ. ശേഷം ഞാൻ കച്ചമ്പറിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അങ്ങനെ ചോറ് ഒരുവിധം വേവായപ്പോൾ ദമ്മിടാനായപ്പോൾ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് അതിൻ്റെ മേലെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ദമ്മിടാൻ നിൽക്കും കേട്ടോ. അങ്ങനെ ദമ്മ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ദമ്മ് തുറന്ന് നോക്കിയത്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, നെയ്ച്ചോറ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ സക്സസ് ആയിട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂസാണ് അതിൻ്റെ കമൻറ്റ് പറയുന്നത്, അടിപൊളിയായിട്ടുണ്ടെന്നാണ് കേട്ടോ അവൻ പറയുന്നത്.